ഞാൻ മോഡിഫിക്കേഷൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല, പക്ഷേ എൻ്റെ ഒരു മൈൻഡ് ഇങ്ങനെ ആയതുകൊണ്ടും എൻ്റെ വണ്ടി നിങ്ങൾ നോക്കണം കേട്ടോ. കാരണം ഇതിൽ നല്ല രീതിക്ക് ഇല്ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻ ഉണ്ട്. ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സംഭവമാണ് പലർക്കും ഈ ഒരു വണ്ടിയിലുള്ള വർക്ക് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഞാൻ ഈ ഒരു വണ്ടിയും കൊണ്ട് ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ട്, എന്നെ ഇതുവരെ പൊക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ഒരു കോൺഫിഡൻസ് ആയിട്ട് എൻ്റെ ഒരു മാത്രം എന്നുള്ള രീതിക്ക് പറയുന്നില്ല കേട്ടോ. കാരണം ഏതൊരു സമയം പിടിച്ചേക്കാം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത്. വെൽക്കം ബാക്ക് ഗൈസ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് നാളുകൾക്ക് ശേഷമായിട്ട് ഇതുപോലൊരു വീഡിയോ എടുക്കുന്നത്. സിറ്റുവേഷൻ ആ രീതിക്കല്ലായിരുന്നു. അപ്പം ആഫ്റ്റർ ഒരു അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഇത്രയ്ക്ക് ഡിസ്റ്റൻസ് ഇട്ട ഒരു വീഡിയോ ഇടാണ്ടെന്ന് ആദ്യമായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലാത്ത കാരണം നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ ഒരു കമൻറ്റ് കൂടെ കണ്ട കാരണം ആ ഒരു കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങിയാണ്. നമ്മളെ ജെസ്സിയിൽ കൂടെ ഉണ്ട്, അവിടെ പോയി നിൽക്കോട്ടോ. അവന് ഈ വീഡിയോയിൽ അവൻ്റെ തുമ്പുമാലും കണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതി അവനവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ ഒരു വ്ളോഗിലോട്ട് പോകും. അപ്പോൾ ഇതേ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്, വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ്. ഹെൽമെറ്റ് ഇതേ കണ്ടോ അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയിൽ എങ്ങനെ ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻ എന്തൊക്കെയാണ്, ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷൻ എന്താണ്, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട് ഒരു കമൻറ്റ് കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമൻറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ പഠിച്ചു, അതായത് അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ടും പലരുടെയും വീഡിയോസൊക്കെ കണ്ടിട്ടും അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോക്കൊക്കെ കൂടി പറയുന്നത്. പിന്നെ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ആരും അങ്ങനെ ലീഗൽ സൈഡൊന്നും നോക്കാറില്ല. കാരണം ഓരോരുത്തരുടെ താല്പര്യമാണ് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്നതും. അവരുടെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു സംഭവമാണ് പലർക്കും ഈ ഒരു വണ്ടിയിലുള്ള വർക്ക് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ പേഴ്സണലി എനിക്കും എൻ്റെ മൈൻഡും ആ ഒരു രീതിക്കാണ്. വണ്ടി ഇങ്ങനെ കാണുമ്പം നമ്മുടെ വണ്ടി ഇങ്ങനെ ഒരു യൂണീക്കായിട്ട് ഒരു റോട്ടിൽ കൂടെ പോകുമ്പോൾ ആളുകൾ പറയണം. അതായത് ഇപ്പോൾ സ്പ്ലെൻഡർ, അതായത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സ്പ്ലെൻഡർ ഉണ്ട് എൻ്റെ നാട്ടിൽ, ഒരു കുറേ സ്പ്ലെൻഡർ ഉണ്ട്, നാട്ടിലുള്ള പലർക്കും സ്പ്ലെൻഡർ ഉണ്ട്. പക്ഷേ എൻ്റെ ഈ ഒരു സ്പ്ലെൻഡർ അങ്ങാടി കൂടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് എൻ്റെ സ്പ്ലെൻഡറാണ്. അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത്രേ നമുക്കൊരു വണ്ടിയിൽ നമ്മുടെ വണ്ടിയിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാം, ആ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഇങ്ങനെ പണിഞ്ഞത്. പിന്നെ വണ്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ടിരിക്കണം, അപ്പോഴാണ് ഒരു മെൻ്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യം. അപ്പോൾ അതിൽ പലർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും ലീഗലായിട്ട് ചെയ്യുന്ന മോഡിഫിക്കേഷൻ എന്തൊക്കെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഈ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇല്ലീഗലായിട്ടുള്ള പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യ സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് നിയമങ്ങളെല്ലാം ഇപ്പോഴത്തെ സർക്കാരെല്ലാം നമ്മളോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. എന്താ പറയുക, ഒരു അർത്ഥമില്ലാത്തൊരു പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മോഡിഫിക്കേഷൻ്റെ ഓരോ പാർട്സും നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കുമ്പോൾ ഒന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ വണ്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ്. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നതല്ല, ഇതൊക്കെ ഇൻസ്റ്റയിലും അവിടെ ഇവിടെയൊക്കെ ഫുള്ള് കളിച്ച സാധനമാണ്. റീസെൻ്റ്ലി നമ്മൾ ആസിഫ് അലി ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ MVD ഒക്കെ ഉള്ളൊരു പ്രോഗ്രാമാണെന്ന് തോന്നുന്നു, അവിടെ നിന്ന് പറയുന്നത് കേട്ട് മറ്റാരൊക്കെയോ പറയേണ്ടത് ആസിഫ് അലി പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീലായത്. അതൊക്കെ ഒരു പ്രാവശ്യം ഇതുപോലെ പുറത്ത് വരേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവരൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ലീഗലായിട്ട് വണ്ടിയിൽ ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ടോട്ടൽ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു കളറാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കളർ വണ്ടിയിൽ ഫുള്ള് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ ആ ഒരു കളർ നിങ്ങൾക്ക് വണ്ടിയിൽ അടിച്ച് വണ്ടി ചേഞ്ച് ചെയ്യാൻ പറ്റും. കളർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനോട് കൂടെ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മുടെ RC ബുക്കിൽ, വണ്ടിയുടെ RC ബുക്കിൽ കളർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഡ്രൈവ് സ്കൂൾ ത്രൂ അതിനെ അപ്ലൈ ചെയ്തിട്ട് 1900 അങ്ങനെ കണ്ടാണ് അതിന് ചാർജ് വരുന്നത് എനിക്ക് തോന്നുന്നു. ഏകദേശം ആ ഒരു റേഞ്ച് 1900 ആ റേഞ്ച് ആയിരിക്കും ഉണ്ടാവുക മിക്കവാറും. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾ അതിലോട്ട് കൺവേർട്ട് ചെയ്യുക. ബ്ലൂ ആണെങ്കിൽ ആ ഒരു വണ്ടിയുടെ മെൻഷൻ ചെയ്ത ആ ഒരു സ്പോട്ടിൽ ബ്ലൂ ഒന്ന് മെൻഷൻ ചെയ്യുക. അത് RCയിൽ ഡ്രൈവ് സ്കൂൾ ത്രൂ RTO ആയി ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ അതെന്തായാലും ചെയ്യൽ മസ്റ്റാണ്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു സംശയമാണ്, ഈ ഒരു സംഭവം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വണ്ടി ഹാജരാക്കേണ്ടി വരും. അത് കഴിഞ്ഞ് നമ്മൾ കളർ ചേഞ്ച് ചെയ്ത ശേഷം നമ്മൾ വണ്ടി ഹാജരാക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ചെയ്യുക ആ ഒരു കാര്യം. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പോലീസ് പിടിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു വണ്ടിയും കൊണ്ട് ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ട്, എന്നെ ഇതുവരെ പൊക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ഒരു കോൺഫിഡൻസ് ആയിട്ട് എന്താ പറയുക, എൻ്റെ ഒരു മതം എന്നുള്ള രീതിക്ക് പറയുന്നില്ല കേട്ടോ. കാരണം ഏതൊരു സമയം പിടിച്ചേക്കാം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത്. ഇനി അഥവാ അവിടെ എവിടെയെങ്കിലും MVD ചെക്കിങ് വല്ലതും കാണുകയാണെങ്കിൽ റൂട്ട് മാറ്റി വിടുക, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വണ്ടി MVDയിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. എൻ്റെ ഒരു സ്റ്റോക്ക് വണ്ടിയെക്കാട്ടിലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഈ ഒരു വണ്ടിക്കാണ് എന്നും കൂടെ ബെറ്റർ എന്ന്.
അതായത് അതിപ്പോൾ സേഫ്റ്റിൻ്റെ കാര്യമായാലും എൻ്റെ ഒരു കംഫർട്ടിനെ കുറിച്ചാണെങ്കിലും എല്ലാം. ഇപ്പോൾ ഈ ഒരു ഫോഗ് ലാമ്പ് മുന്നിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഈ ഒരു ഫോഗ് ലാമ്പ് വരെ ഞാൻ വെച്ചത് എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു സ്പ്ലെൻഡറിൽ വരുന്ന ഈ ഒരു ലൈറ്റ് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല. അതായത് നൈറ്റൊന്നും നമുക്ക് കണ്ണുപോലും കാണില്ല. ആ ഒരു ലൈറ്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ കാണുന്ന കുഴിയിലെല്ലാം പോയി ചാടുക, അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ലോങ്ങൊക്കെ പോകുമ്പോൾ എനിക്ക് ഈ ഒരു സംഭവം വളരെ യൂസാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു വിശ്വാസത്തിൽ എനിക്ക് ഞാൻ ഈ ഒരു വണ്ടിയിൽ ചെയ്തതെല്ലാം യൂസായിട്ടുള്ള കാര്യമാണ്. അമിതമായിട്ട് വണ്ടിക്ക് കേട് വരുന്ന സംഭവം, വണ്ടിക്ക് നെഗറ്റീവ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഈ ഒരു സസ്പെൻഷനെല്ലാം വണ്ടിക്ക് അടിപൊളിയാണ്. പക്ഷേ ഇതുകൊണ്ട് മെക്കാനിക്കലി വണ്ടിക്ക് നെഗറ്റീവ് കണ്ട്, അതായത് ചെയിൻ സ്പ്രോക്കറ്റ് എല്ലാം പെട്ടെന്ന് പോകുന്ന ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നുകൂടെ കംഫർട്ടായിട്ടുള്ള അതാണ്. അതുപോലെ ഈ ഒരു വീല് നല്ല കംഫർട്ട് വരും ലോങ് റൈഡിലെല്ലാം. അങ്ങനെയുള്ള വണ്ടിക്ക് നമുക്കും കംഫർട്ടായിട്ടുള്ള കാര്യം മാത്രമാണ് ഞാൻ വണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കാലത്ത് എന്ന് പറയുമ്പോൾ, ഈ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പോലീസുകാർ അങ്ങനെ എണ്ണി പിടിക്കാറൊന്നുമില്ല. എന്നാലും അങ്ങനെ പിടിക്കുന്ന കേസുകളും ഉണ്ട്. പക്ഷേ ഒരുവിധം ചെറിയ മോഡിഫിക്കേഷൻ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു ഫോർക്കിൽ പൂട്ട് ചെയ്യുന്നു, ഈ ഒരു ഫോർക്ക് പൂട്ട് അത്രയ്ക്ക് ഇഷ്യൂ ഉള്ള കാര്യമല്ല. അതായത് പോലീസ് കണ്ടാലും അത്രയ്ക്ക് പ്രശ്നമല്ല. സംഭവം അതൊരു മോഡിഫിക്കേഷനാണ്, പക്ഷേ അത് അങ്ങനെ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. അതുപോലെ അത് വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല വണ്ടിയിൽ. ഈ നമ്മൾ സ്പോർട്സ് ബൈക്കിലെല്ലാം ലിവർ പ്രൊട്ടക്റ്റ് എല്ലാം വെക്കില്ലേ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നൊരു സംഭവം. അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമില്ല. അതുപോലെ ഈ ഒരു സൈഡിലുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം, ഈ ഒരു ഗിയർ ലിവറിൻ്റെ പ്രൊട്ടക്ടർ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊട്ടക്റ്റേഴ്സ് ഒന്നും വെക്കുന്നതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്നും വലിയ രീതിക്ക് മെയിൻറ്റെയിൻ ഇല്ല. പിന്നെന്ന് പറയുമ്പം പോലീസുകാരന്മാർ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിവുള്ള, അതായത് ഈ മോഡിഫിക്കേഷനാണ്, അത് മോഡിഫിക്കേഷനാണ്, ഇത് മോഡിഫിക്കേഷനാണെന്നൊക്കെ കുറച്ചൊരു ഐഡിയ ഉള്ളവരും ആയിരിക്കും പിടിക്കുക. കൂടുതലും അങ്ങനെ പിടിക്കാനുള്ള ചാൻസസ് കുറവാണ്. എന്നാലും ഈ ഒരു വണ്ടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. വേറെ വണ്ടിയിൽ നിന്ന് ചെയ്തതും അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു ആവറേജ് രീതിക്ക് മോഡിഫിക്കേഷൻ ചെയ്യുവാണെങ്കിലൊന്നും അങ്ങനെ പിടിക്കാനുള്ള സാധ്യത ഒന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടി ഹൈറ്റ് ചെയ്ത കാരണമൊക്കെ വേറൊരു രീതിക്ക് അവർക്ക് തോന്നാനും പിടിക്കാനുള്ള സാധ്യത എല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള ചെറിയ മോഡിഫിക്കേഷൻ ചെയ്താലൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ ഫോഗ് ലാമ്പ് ഡേ ടൈമിൽ ഒരു കവർ ചെയ്താൽ ഒന്നുകൂടെ കൊള്ളാമായിരുന്നു. ഒരു ക്ലോത്തിൻ്റെ കവർ എന്തെങ്കിലും ഇട്ടിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ സീനൊന്നും ഉണ്ടാവില്ല. നൈറ്റ് ഭയങ്കര യൂസ് ആട്ടോ അത്. അതായത് മലയോരദേശങ്ങളിലെല്ലാം ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഡേ ടൈം യൂസ് ചെയ്യരുതെന്ന് മാത്രം. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് 100% ചെയ്യാൻ വേണ്ടി ഓക്കെ ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷനായിട്ട് നോക്കിയ സമയത്ത് എനിക്ക് കണ്ടെത്താൻ പറ്റിയത് അതാ ഒരു RCയിലെ കളർ ചേഞ്ച് മാത്രമാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കളറാക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഒരു ലീഗലായിട്ട് 100% നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡിഫിക്കേഷൻ. ബാക്കി എന്ത് സംഭവം എക്സ്ട്രാ എന്ത് സംഭവം നമ്മൾ വണ്ടി ചെയ്താലും അതൊക്കെ മോഡിഫിക്കേഷൻ എന്നുള്ള രീതിക്ക് അതിൻ്റെ സംഭവം മാറിപ്പോവും, വലിയ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വണ്ടിയുടെ റീടെസ്റ്റ് എല്ലാം വരുന്ന സമയത്താണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ വണ്ടിയിൽ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ആവുന്നത്. നമുക്ക് ആ ഒരു റീടെസ്റ്റ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. പക്ഷെ അത് വേറൊരു സ്പ്ലെൻഡറൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ മോഡിഫിക്കേഷൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷേ എൻ്റെ ഒരു മൈൻഡ് ഇങ്ങനെ ആയതുകൊണ്ടും എൻ്റെ വണ്ടി നിങ്ങൾ നോക്കണം കേട്ടോ. കാരണം ഇതിൽ നല്ല രീതിക്ക് ഇല്ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ താല്പര്യം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നെന്ന് മാത്രം. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അവരെങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രമാണ്. ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷൻ എന്തൊക്കെയെന്ന് ചോദിച്ചത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞാൻ എന്നെ നല്ലതാക്കി നന്മമാരാക്കി പറയുന്ന സംഭവമൊന്നുമല്ല. എൻ്റെ വണ്ടിയിൽ എന്തായാലും നല്ലൊരു എമൗണ്ടിൻ്റെ മോഡിഫിക്കേഷൻ തന്നെ ഉണ്ട്. അതുപോലെ നല്ലൊരു ഫൈൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു മോഡിഫിക്കേഷനൊക്കെ എൻ്റെ വണ്ടിയിലുണ്ട്. ഞാൻ തന്നെ പറയുവാണ് അങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. കാരണം എൻ്റെ ഒരു താല്പര്യം ഈ ഒരു രീതിക്ക് വണ്ടി പണിയാന്നുള്ളതാണ്. പക്ഷേ ഞാൻ എൻജിൻ കാർഡെല്ലാം ഇതിന് മുമ്പ് എനിക്ക് എൻജിൻ പണി കിട്ടിയ സമയത്ത് ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടിയുടെ ഹെൽത്തിന് ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക തന്നെ ചെയ്യും. കാരണം എനിക്ക് വണ്ടിയുടെ ഹെൽത്തും വണ്ടിയുടെ കണ്ടീഷനും അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പം കളർ ചേഞ്ച് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ കേട്ടോ, അതിലൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ ഈ പോലീസ് പിടിക്കുന്ന കേസെന്ന് പറയുമ്പം നമ്മൾ വണ്ടി ഈ ഭയങ്കര ശബ്ദത്തോടു കൂടി പോവുക. അതായത് പോലിക്ക് നമ്മളെ വണ്ടി കാണുമ്പോൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആയിട്ട് അവരുടെ ഒരു കണ്ണുകടി ഉണ്ടല്ലോ, അതിനുള്ളൊരു ചാൻസ് നമ്മൾ കൊടുക്കാമെന്ന് മതി. എന്നാൽ നമ്മളൊരു ഇതെല്ലാം മോഡിഫിക്കേഷൻ ആണെന്ന് പറയുന്ന പോലീസുകാരന്മാരും മോഡിഫിക്കേഷൻ ആണെന്ന് പിടിക്കാനുള്ള സാധ്യതകളിൽ നിന്നൊക്കെ നമ്മൾ എസ്കേപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വണ്ടി ഈ രീതിക്ക് വണ്ടി വർക്ക് എടുത്ത് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരുമാതിരി ശബ്ദം, ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ സ്പ്ലെൻഡറിൽ സാധാരണ കാണുന്നൊരു ശബ്ദമാണ്. അപ്പോൾ ഇങ്ങനെ അല്ലാത്ത ഒരുമാതിരി ശബ്ദമൊക്കെ ഉണ്ടാവും ചില വണ്ടികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു സൈലൻസറിൽ തന്നെ വീണ്ടും തുളയിട്ടാണ് ശബ്ദം വളരെ ലൗഡാക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ മുന്നിൽ കൂടെ പോകുന്ന പറയുമ്പോൾ അവർക്കൊരു കണ്ണുകടി ആയിരിക്കും. കണ്ണുകടി മീൻസ് അവരങ്ങനെയൊക്കെ പോകാൻ മാത്രമായോ ആ മൈൻഡ് എന്നിട്ട് അവർക്ക് നമ്മളെ പിടിക്കാനുള്ള വാശി കൂടും. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് പിടിക്കപ്പെടാനൊക്കെ സാധ്യത കാണുന്നുണ്ട്.
പക്ഷേ ഒരു ആവറേജ് രീതിക്കൊക്കെ വർക്ക് എടുത്ത് നൈസിൽ ഇങ്ങനെ നമ്മൾ ആർക്കും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇങ്ങനെ പോവുകയാണെങ്കിലും വലിയ രീതിക്കൊന്നും പിടിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ മോഡിഫിക്കേഷൻ പല കമൻസും ഞാൻ കണ്ടിട്ടുണ്ട്. ബാർ ഹാൻഡിൽ മോഡിഫിക്കേഷൻ ആണോ, പോലീസ് പിടിക്കുമോ, MVD പിടിക്കുമോ, അതുപോലെ ഈ ഒരു മിറർ മോഡിഫിക്കേഷൻ ആണോ, MVD പിടിക്കുമോ, അതുപോലെ ഈ ഒരു വീല് മോഡിഫിക്കേഷൻ ആണോ, MVD പിടിക്കുമോ, ഓരോന്നും ഓരോ കമൻസ് പല വീഡിയോക്ക് താഴായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിനെല്ലാം ഒറ്റ ഉത്തരം പറയാനുള്ളൂ. ഈ മോഡിഫിക്കേഷൻ എന്നുള്ള സംഭവം എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടിയുടെ കമ്പനി തരുന്ന സാധനങ്ങളല്ലാത്ത എന്ത് സംഭവം നമ്മുടെ വണ്ടിയിൽ കയറ്റുവാണെങ്കിലും അത് മോഡിഫിക്കേഷനാണ്, അത് ഇല്ലീഗലാണ്, അത് പിടിക്കപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് എന്ന് കരുതി വേറെ ആൾ വണ്ടി കയറ്റി പോയിട്ട് അത് പിടിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് അത് പിടിക്കില്ല. അങ്ങനെയല്ല, അത് പിടിക്കുന്ന സംഭവം എന്ന് പറയുമ്പം സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ പിടിക്കുന്ന രീതി, പിടിക്കുന്ന സമയത്ത് ആ പിടിക്കുന്ന ഓഫീസർമാർക്ക് എത്രത്തോളം ഇതിനെക്കുറിച്ചുള്ള ഐഡിയ ഉണ്ട്, അതൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന പണിയുടെ ആ ഒരു ഊക്ക് കൂടുതലും കുറയിലൊക്കെ. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യം അങ്ങനെയൊക്കെയാണ്. വണ്ടിയുടെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് മാത്രം മോഡിഫിക്കേഷൻ ചെയ്യുക, വണ്ടി നല്ല രീതിക്ക് കൊണ്ടുനടക്കുക. പിന്നെ മോഡിഫിക്കേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ മോഡിഫിക്കേഷൻ ചെയ്ത് നൈസിൽ ഇതുപോലെ മാമന്മാരെ കണ്ണിലൊന്നും പെടാതെ കൊണ്ടു നടക്കാം. അതൊക്കെയാണ് പിന്നെയും ഈ വണ്ടി ഇത്രയും പണിതിട്ടും നമുക്ക് ഒരു എന്താ പറയുക ടെൻഷൻ. പോലീസ് അമ്മമാർ പിടിക്കുന്ന കാര്യമൊക്കെ പക്ഷേ നമ്മളെ നാട്ടുമ്പുറത്തൊന്നും വലിയ സീനൊന്നുമില്ല. പുറത്ത് പോകുമ്പോഴൊക്കെയാണ്. പിന്നെ കേരളം വിട്ട് കഴിഞ്ഞാൽ സീനൊന്നുമില്ല കേട്ടോ. കേരളത്തിലാണ് ഭയങ്കര സീന്. കേരളത്തിൽ എറണാകുളം അങ്ങനെയുള്ള പല സൈഡിലും നമ്മളിവിടെ തന്നെ കാലിക്കറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാം നമ്മുടെ ഒരു ലെക്കാണ്, കുറേയൊക്കെ ലെക്കാണ്. പിന്നെ എന്താ പറയണ്ടേ എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ഈ ഒരു കമൻസ് എല്ലാം ഇനിയെങ്കിലും എന്താ പറയുക അങ്ങനെ ചോദിക്കരുത്. കാരണം ഇപ്പോൾ കമൻസൊക്കെ എന്ന് പറയുമ്പോൾ നാം ഇപ്പോൾ ഹിമാലയൻ്റെ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തു. അപ്പോൾ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഹിമാലയൻ്റെ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്താൽ, അതുപോലെ ഹിമാലയൻ്റെ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്താൽ MVD പിടിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലല്ല, എന്നോട് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. എനിക്കൊരു പ്രോപ്പർ ആൻസർ അതിന് തരാൻ പറ്റില്ല. കാരണം അതൊക്കെ MVD മമ്മമാരുടെ മൂഡ് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. വേറെന്താ പിന്നെ എന്ന് പറയുമ്പം ഇതൊക്കെ ലീഗലാക്കി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമാണ്. ഈ മോഡിഫിക്കേഷനൊന്നും കുഴപ്പമില്ല, വണ്ടിയുടെ സേഫ്റ്റിയെ ബാധിക്കാതെ. അതുപോലെ സൗണ്ടൊന്നും വലിയ രീതിക്ക് വേണമെന്നൊന്നും എനിക്കില്ല. ഈ ഒരു നോർമൽ സൗണ്ട് തന്നെ ധാരാളമാണ്. വണ്ടിയുടെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഗവൺമെൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതായത് ഇപ്പോൾ ഇതിലുള്ള ഈ ഒരു ഡിസ്ക് ബ്രേക്ക് ഉണ്ടോ, നമ്മളെ സ്പ്ലെൻഡറിൽ സ്റ്റോക്ക് വരുന്ന ആ ഒരു ഡ്രം ബ്രേക്കിനെക്കാട്ടിലും ഒരുപാട് പൊളിയാണ് ഈ ഒരു ഡിസ്ക് ബ്രേക്ക്. ഭയങ്കര യൂസ് ആയിട്ടുണ്ട്. ആ ഒരു ബ്രേക്കിൻ്റെ ആ ഒരു ബ്രേക്കിങ്ങിൻ്റെ സംഭവമായാലും നല്ല യൂസാണ് എനിക്ക്. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ വണ്ടിയുടെ സേഫ്റ്റിക്കും നമ്മുടെ സേഫ്റ്റിക്കും കൂടെ വേണ്ടി ഞാൻ ചെയ്തൊരു മോഡിഫിക്കേഷനാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം ചില കാര്യങ്ങളെല്ലാം നല്ലതാണെന്നും എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഇടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ പോലെ ഇതാണ് കണ്ടോ, പ്രശ്നമൊന്നുമില്ല, വലിയ സീനൊന്നുമില്ല. പിന്നെ നമ്മുടെ വണ്ടിക്ക് കുറച്ച് പണിയെല്ലാം എടുക്കാനായിട്ടുണ്ട്, ടയർ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട് ബാക്കിൽ. ഞാൻ മാക്സിമം ലൈഫ് കാണാമെന്നുള്ള രീതിക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് ഓടുവാണ്. ടയർ ഇങ്ങനെ ആ സ്ഥിതിക്ക് നമ്മൾ ഓടുന്നൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം കേട്ടോ. അതായത് നമ്മളൊന്നും കൂടെ കെയർഫുള്ളായിട്ട് ഓടണം. എന്നിട്ട് നൂല് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ മാറ്റും. ആ ഒരു രീതിക്കാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്ക് ആ ഒരു കണ്ടൻറ്റ് വെച്ചിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ടയർ ഇട്ട സമയത്തുള്ള കിലോമീറ്റർ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം എത്ര കിട്ടും എന്നുള്ള കാര്യം നോക്കാനാണ്. അതായത് നൂല് കാണുന്ന ഒരു സമയം വരെ ഓടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും മോഡിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് വണ്ടിക്കൊക്കെ സേഫ്റ്റി കൊടുത്ത് മാത്രം മോഡിഫിക്കേഷനൊക്കെ മതി, അത് കഴിഞ്ഞിട്ടുള്ള മോഡിഫിക്കേഷനൊക്കെ മതി. പിന്നെ എന്ന് പറയുമ്പോൾ ചില മോഡിഫിക്കേഷനൊക്കെ വണ്ടിയുടെ കോലം മൊത്തത്തിൽ മാറി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടാൻ വരെ വളരെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും വണ്ടിയുടെ കോലം മാറി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ കാര്യത്തിലൊന്നും വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല. അതായത് വലിയൊരു എമൗണ്ടൊന്നും ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ കിട്ടില്ല. ഒരു എന്താ പറയുക, ഈ സ്പ്ലെൻഡറിനൊക്കെ എല്ലാവരും തേർഡ് പാർട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി ഇൻഷുറൻസ് ഒന്നും അല്ല അത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും പലരും പിന്നെ ഈ ഒരു മോഡിഫിക്കേഷൻ എന്നുള്ള രീതിക്കൊന്നും മെയിൻറ്റെയിൻ ചെയ്യാത്തത്. അതായത് മോഡിഫിക്കേഷൻ ചെയ്ത് ഇൻഷുറൻസ് കിട്ടാതെ നിൽക്കുമെന്ന് പറയുമ്പോൾ അതിപ്പോൾ വലിയ എമൗണ്ടൊന്നും കിട്ടാമല്ലോ ആ ഒരു രീതിക്ക്. പക്ഷേ സംഭവം സീനാണ്. നമ്മളെ വണ്ടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് തരില്ല. അവരിപ്പം പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പം നല്ല രീതിക്ക് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് വണ്ടി തരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഇനി പറയാൻ വിട്ടു പോവേ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് അയച്ചോളി, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് വേണ്ടിയിടുവാണ്. അപ്പോൾ നമ്മളെ ചാനൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നമ്മുടെ കൂടെ കുടിക്കുമോ. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.